ഇബ്രാഹിം, ഞാനൊരു കാര്യം ചെയ്യട്ടെ. മോനൊരു ട്രെയിനിൽ യാത്ര ചെയ്യുക ഒറ്റയ്ക്ക്. ട്രെയിനിൽ കയറി കുറേ ദൂരം യാത്ര ചെയ്തു. കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ട്രെയിൻ നീ മാറി കയറിയിരിക്കുക. ട്രെയിൻ തെറ്റായ ട്രെയിനിൽ റോങ് ഡയറക്ഷനിലേക്കാണ് ഇത് പോകുന്നത്. നിനക്ക് പോകേണ്ടത് സൗത്തിലേക്കായിരുന്നു, ട്രെയിൻ പോകുന്നത് നോർത്തിലേക്കാണ്. എന്ത് ചെയ്യും? ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഒന്നെങ്കിൽ ശരിക്കുള്ള ഡെസ്റ്റിനേഷനിലോട്ട് ട്രാവൽ ചെയ്യും, അല്ലെ എങ്ങനെയും വീട്ടിൽ എത്താൻ നോക്കും. ഓക്കെ, അപ്പൊ ആ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അടുത്ത ട്രെയിൻ പിടിക്കുന്നതിന്റെ ഇടയിൽ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും അല്ലേ? അത് ഉറപ്പാണ്. നമ്മുടെ കാശ് ഉണ്ടെങ്കിലും കാശ് ഇല്ലെങ്കിലും ഒക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. ഞാനിത് ചോദിച്ചത് എന്തിനാന്ന് വെച്ചാ, നമ്മുടെ ലൈഫിലും ഇതുപോലെ റോങ് ഡിസിഷൻസ് എടുക്കാം. ഈ ട്രെയിൻ മാറി കയറുന്നത് പോലെ ഡിസിഷൻസ് എടുക്കാം, തെറ്റായ പാതയിൽ സഞ്ചരിക്കാം, വഴി തെറ്റിപ്പോകാം ചുരുക്കത്തിൽ. അപ്പൊ അങ്ങനെ നമുക്കൊരിക്കൽ വഴി തെറ്റിയെന്ന് തോന്നിയാലും നമുക്ക് എപ്പോഴും തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അത് മറക്കരുത്. നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ള കൂട്ടുകാർ, സാഹചര്യങ്ങൾ, പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വഴിതെറ്റിപ്പോവാം ജീവിതത്തിൽ, ട്രെയിനിൽ മാത്രമല്ല. അപ്പൊ നമ്മൾ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി തിരിച്ചു വരാൻ ശ്രമിക്കുന്ന പോലെ, അതിനുള്ള കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തരണം ചെയ്യുന്ന പോലെ ജീവിതത്തിലും നമുക്ക് തെറ്റുകൾ തിരുത്തി തിരിച്ചു വരാൻ പറ്റും. കാരണം തെറ്റ് മനുഷ്യ സഹജമാണ്. മനുഷ്യനെ തെറ്റ് പറ്റൂ, പല കാരണങ്ങൾ കൊണ്ടും തെറ്റ് പറ്റാം. അപ്പൊ ഒരു തെറ്റ് പറ്റിയാൽ നമ്മൾ പാനിക് ആകുകയോ ആ ട്രെയിനിൽ നിന്ന് ചാടാനോ അല്ലല്ലോ നോക്കുന്നത്. നമ്മൾ ഇറങ്ങി നമ്മളെ റൈറ്റ് ഡയറക്ഷൻ പിടിക്കാനാണ് നോക്കുന്നത്. ലൈഫിലും